സവാള വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഷാമ്പൂ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് 3 ദിവസം അടുപ്പിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ തലയിലെ താരനും മാറും, മുടി കൊഴിച്ചും നല്ല രീതിയിൽ മാറുകയും ചെയ്യും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്താണെങ്കിൽ പോലും ഇതിങ്ങനെ തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നീർക്കെട്ടും വീഴത്തില്ല, കുട്ടികൾക്കും ധൈര്യമായിട്ട് തേക്കാം. തലയിലെ പെയിൻസിലും മാറും, തലയിലെ താരനും മാറും, ചൊറിച്ചിലും ഒക്കെ മാറാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി. അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു സവാളയുടെ ഒരു പകുതി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യണം, എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഒരു സവാള ഫുൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ പകുതി എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നമ്മൾ തലയിൽ വരുന്ന ഇൻഫെക്ഷനും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാക്ടീരിയ ഇൻഫെക്ഷൻ അതൊക്കെ ഇങ്ങനെ പോകാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. കാരണം ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയേക്കുന്നതാണ് ഇഞ്ചിയിൽ. അപ്പോൾ ഇഞ്ചി ചെറിയ രീതിയിൽ ഒരു കഷ്ണം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനി കറ്റാർവാഴ ഉള്ളവർക്ക് ചെറിയൊരു കഷ്ണം കറ്റാർവാഴ മുറിച്ചിട്ട് കൊടുക്കാം. തലമുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കറ്റാർവാഴ. ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്തോ കേട്ടോ. പിന്നെ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിലും നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നീർക്കെട്ട് വീഴത്തില്ല, നമുക്ക് തലയ്ക്ക് നല്ലതാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് വാട്ടറാണ്. നമ്മൾ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി, തലേന്നത്തെ കഞ്ഞിവെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമുക്ക് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാമായിരുന്നു. പക്ഷേ ഇപ്പം തണുപ്പ് കാലം ആയതുകൊണ്ട് നമുക്ക് നീർക്കെട്ട് കയറാൻ ചാൻസ് ഉണ്ട് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ. അപ്പം ഇന്നത്തെ റൈസ് വാട്ടർ എടുത്താലും മതി, നല്ല രീതിയിൽ മുടി വളരും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ സവാളയുടെ മണമൊന്നും ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഒരു നുള്ള ഷാമ്പു മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ആ സവാളയുടേതായ ഒരു മക്ക് മണമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ആ ഷാമ്പൂടേതായ രീതിയിൽ നല്ല മണം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു കുറച്ച് ഷാമ്പു എടുത്ത് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. കറക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. അതാ ഇത് കണ്ടില്ല, നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇനി ഇതിപ്പോൾ എപ്പോഴും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഓണിയൻ ഷാമ്പൂയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ സൈറ്റ് ഇട്ടേക്കാം. മാമായർത്തിൻ്റെ 250 ml കേട്ടോ. 200 ഉള്ളൂ, 200യുടെ അടുത്ത വില വരുന്നുള്ളൂ. നല്ല ഷാമ്പൂ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തലയിൽ തേക്കുവാണെങ്കിലും ഡാൻഡ്രഫ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. സവാള വെച്ചുണ്ടാക്കുന്ന ഷാമ്പൂ ആണ് ഓണിയൻ ഷാമ്പൂ. അപ്പം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്ത് വയ്ക്കലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ജോലിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സവാളയുടെ ഓണിയൻ ഷാമ്പു വേണമെങ്കിൽ താഴെ ഞാൻ സൈറ്റ് ഇട്ടേക്കാം, ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. വീട്ടിൽ പ്രോഡക്റ്റ് എത്തി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മുടെ തലയിലേക്ക് നല്ല രീതിയിൽ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മേല് തേക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു ഷാമ്പു പോലെയുള്ളത് നമുക്ക് തലയിലെ സ്കാൽപ്പിലൊന്ന് തേച്ച് മസാജ് ചെയ്തൊന്ന് തല ഒന്ന് കെട്ടി വെച്ചൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് തലയിൽ ഇരുന്നോളും. നമ്മൾ കുളിക്കുന്ന മേലൊക്കെ തേക്കുന്ന ടൈം മതി. അപ്പം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തലയിലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ സ്കാൽപ്പിൽ പിടിച്ചിരിക്കുന്ന താരനൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോരും കേട്ടോ. അപ്പോൾ നല്ല താരൻ പുറ്റുപോലെ പിടിച്ചിരിക്കുന്ന താരനൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ താരനൊക്കെ ഇളകി പോരും, മുടി കൊഴിച്ചിലും മാറും, മുടി വളരാനൊക്കെ ആയിട്ടും ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓണിയൻ ഷാമ്പു നിങ്ങൾ വാങ്ങിയിട്ടാണ് തല തേക്കുന്നതെങ്കിൽ ആ ഷാമ്പു നിങ്ങൾ കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പതപ്പിച്ച് വെച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് നേരം തല കഴുകിക്കളഞ്ഞാലും താരനും മാറും, മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ഉണ്ട് പേജ് ഫോളോ ചെയ്തവർ അല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.